14 വയസ്സുവരെ നിർബന്ധിതവും സാർവത്രികവുമായ വിദ്യാഭ്യാസം നിയമം മൂലം ഉറപ്പു നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് തൊഴിലിടങ്ങളിൽ എത്തുന്ന കോടിക്കണക്കിന് കുട്ടികളാണ് രാജ്യത്തുള്ളത്. കുട്ടിയെ തൊഴിലാളിയാക്കുമ്പോൾ അവരുടെ ബാല്യം മാത്രമല്ല ഭാവി ജീവിതം കൂടിയാണ് പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. ബീഹാറിൽ നിന്നും ധനസുമോദിന്റെ മറ്റൊരു റിപ്പോർട്ട് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനായി ബീഹാറിലെ പല ജില്ലകളിലായി മീഡിയ വൺ സംഘം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിനിടയിൽ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ചത് ബാലവേലയാണ്. 10-12 വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ ജോലിയെടുക്കുന്നത്. പാഠപുസ്തകവും പെൻസിലും പിടിക്കേണ്ട കുഞ്ഞിക്കൈകളിൽ ഇവിടെ വലിയ ചട്ടുകവും കത്തിയുമൊക്കെയാണ്. ജീവിത സാഹചര്യമാണ് ഈ കുരുന്നിനെ ഹോട്ടൽ ജോലിയിലേക്ക് തള്ളിവിട്ടത്. ബീഹാറിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് പല മേഖലകളിൽ തൊഴിലെടുക്കുന്നത്. അവരിൽ റിക്ഷ വലിക്കുന്നവരുണ്ട്, കടയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരിൽ ഒരാളാണ് ഈ കുട്ടി. ബേട്ടാ കിतना उम्र है? 11 साल. ഈ കുട്ടിക്ക് വെറും 11 വയസ്സ് മാത്രമാണ്. परिवार में कौन कौन है? एक मेरे से बड़ा भाई है, एक मेरे से छोटा है और एक मेरे से उससे छोटा बहन है. एक क्यों इधर वर्किंग है? इधर काम किस लिए कर रहे हैं? पापा नहीं है. കുടുംബം പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ 11കാരൻ ഇവിടെ ജോലി എടുക്കുന്നത്. വർക്ക് കബ് ശുരു കരേ? सुबह 6 बजे से लेकर रात के 9 बजे तक. രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഈ ഹോട്ടലിൽ ജോലി എടുക്കുന്നത്. ബേട്ടാ आपको कितना पैसा मिलेगा? 100 रुपये. 100. ഈ രാവിലെ മുതൽ രാത്രി 9 മണി വരെ ജോലി എടുത്താലും കിട്ടുന്നത് 100 രൂപയാണ്. 1ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചത്. അതിനുശേഷം കുട്ടിക്ക് പിന്നീട് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. പഠനക്കേലിയെ തയ്യാർ ഹേ? ഈ കുട്ടി പറയുന്നത് പഠിക്കാൻ അവൻ ആഗ്രഹമുണ്ടെന്നാണ്, പഠിക്കാൻ തയ്യാറാണ്. മറ്റു കുട്ടികളെപ്പോലെ പഠിക്കാനും കളിക്കാനും ഈ കുട്ടിക്കും കൊതിയുണ്ട്. അവസരം കിട്ടിയാൽ ഇതിന് തയ്യാറുമാണ്. കടക്കാരനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് കുട്ടിയോട് സംസാരിക്കാൻ അവസരമൊരുങ്ങിയത്. കുട്ടിക്കാണെങ്കിൽ പഠിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പഠിച്ച് വലിയ ഡോക്ടറാകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഇനി അവൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ബീഹാറിലെ അരാരിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോദ്, മീഡിയ വൺ.